ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യോക്കിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഒരു യോക്കാണ് ഈ ഒരു ഫ്രോക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. യോക്കിൻ്റെ കംപ്ലീറ്റ് പണികളും തീർത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. കംപ്ലീറ്റ് പണി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ള എല്ലാ പോർഷനുകളും തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ 7 മീറ്റർ നെറ്റ് ഫാബ്രിക്കിനെയാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ സ്ലീവിന് വേണ്ടി എടുത്തിട്ടുള്ള ബാക്കി പോർഷൻസൊക്കെ നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് ഭാഗത്തേക്കാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 7 മീറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ താഴെ ഭാഗത്ത് നിന്നുമാണ് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതാ കറക്റ്റ് 3 ഇഞ്ച് വിഡ്ത്തിൽ പീസസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിതാ ഈ ഒരു രീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 7 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ലീവിലേക്ക് നമ്മൾ 7ഉം മറ്റേ സ്ലീവിലേക്ക് നമ്മൾ 7 മീറ്ററും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സ്ലീവിലേക്കുള്ള നെറ്റ് ഫാബ്രിക്കിനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് കുറച്ച് നെറ്റ് ഫാബ്രിക് ലെവലല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 3 ഇഞ്ചിലൂടെ നമുക്ക് ഈ 2 പീസസും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കിൽ വേണം സ്ലീവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. എത്രത്തോളം നെറ്റ് ഫാബ്രിക് നമ്മൾ ഈ ഒരു സ്ലീവിലേക്ക് ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പഫായിട്ടാണ് ഈ ഒരു സ്ലീവിനെ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള ഈ ഒരു നെറ്റ് ഫാബ്രിക്കൊക്കെ നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട് പിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലീവ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു നെറ്റ് ഫാബ്രിക് ഇതൊക്കെ നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കണം. ഈ 3 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസസ് ഒക്കെ നമുക്ക് ഒന്ന് ഫ്രില്ലിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ ആദ്യം ഈ ഒരു പീസസ് ഞാൻ എടുക്കുകയാണ്. ഇനി ഈ ഒരു പീസിനെതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്രില്ലിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഗാദറിങ് ഫൂട്ട് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രിൽസ് ഇട്ട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാലോ സ്ലീവിന് നമ്മൾ എത്രത്തോളമാണ് വെച്ച് കൊടുക്കുന്നത്. ഈ സ്ലീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയും വേണ്ട, പിന്നെ അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അതിന് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ട. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരത്തക്ക വിധത്തിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് ഇത്രയും ഫ്രിൽസ് ഇട്ടിട്ട് ആ ഒരു 7 മീറ്ററിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പീസസും കൂടെ ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കണം. ഇതേപോലെ നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ്. അപ്പോൾ ചിലത് നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലോത്ത് തികയാതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നെറ്റ് ഫാബ്രിക് എടുത്തിട്ട് 3 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഫ്രില്ലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഈ രണ്ടാമത് ഫ്രില്ലിട്ട് എടുക്കുന്ന ആ ഒരു പീസ് അത് നമ്മൾ ഫസ്റ്റായിട്ട് ഫ്രില്ലിട്ടെടുത്ത് ആ ഒരു പീസ് അവിടെ കാണുന്നില്ലേ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ കറക്റ്റായിട്ട് വേണം നമ്മൾ ഈ രണ്ടാമത് ഫ്രില്ലിട്ടെടുക്കുന്ന ഈ ഒരു പീസും കൂടി എടുക്കാനായിട്ട് കേട്ടോ. കാരണം നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ടാണ് ഈ ഒരു സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കറക്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടാമത്തെ സ്ലീവും ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഫ്രില്ലിന് കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിൽ തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് കൂടെ നമുക്ക് ഫ്രില്ലിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ 3 പീസായിട്ടാണ് ഒരു സ്ലീവിലേക്ക് ഫ്രില്ലിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ തുണി തികയാതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ക്ലോത്തുകൾ എടുക്കാമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഈ 3 പീസസും നമുക്ക് ഒരൊറ്റ സ്ലീവിലേക്ക് ഉള്ളതാണ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 4, 5, 6 പീസസൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ പഫായിട്ടാണ് ഈ ഒരു സ്ലീവ് കിട്ടുക കേട്ടോ. ഇനി ഈ 3 ഫ്രില്ലിൽ നിന്നും ഒരു ഫ്രില്ല് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോവും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ താഴത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണെങ്കിലും എപ്പോഴും നമുക്കുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടല്ല, ഇത്തിരി ടൈം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത് എന്ന് പറയുന്നത് ഈ ഫ്രിൽസ് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ
മുകളിലേക്ക് ഇതാ അടുത്ത ഈ ഒരു ഫ്രില്ലും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്തും നമ്മൾ കറക്റ്റ് സെൻറ്ററിലൂടെ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തെയും ഫ്രില്ലുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ ചിലപ്പോൾ സൂചി കാണാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം തിക്കിലായിരിക്കും നമ്മൾ സ്ലീവ് വന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്തൊക്കെ നല്ലപോലെ തിക്കായിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ, അതൊക്കെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. നല്ല പഫായിട്ട് കിട്ടാൻ നമ്മൾ 4 ലെയറും 3 ലെയറും ഒക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ 3 ലെയർ വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ലെയറും അത്യാവശ്യം നല്ല പോലെ തിക്കാവണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക. എത്രത്തോളം നെറ്റ് ഫാബ്രിക് ഇതിലേക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ 4, 5, 6 ലെവല് പിന്നെ ഫ്രില്ലിട്ടിട്ട് ചെയ്തെടുക്കുന്നു എന്നത് മാത്രമല്ല, ഓരോ ലെയറിലും അത്യാവശ്യം നെറ്റ് ഫാബ്രിക് നല്ല പോലെ തിക്കായിട്ട് വരണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പീസ് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു പീസും കൂടെ നമ്മൾ മുകൾ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗങ്ങളും പ്രസ് ചെയ്ത് സെൻറ്ററിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. സ്റ്റിച്ച് ചെയ്ത് പോരുന്ന സമയത്ത് ഇടയിൽ നമ്മുടെ ഫ്രില്ലൊക്കെ കുടുങ്ങാതെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത്തിരി ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഇത് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ ഫ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണ്, കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് നമുക്ക് നല്ല റിസൾട്ടിൽ നമുക്ക് നല്ല പോലെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഒരു 3 പീസസ് നമ്മൾ ഒറ്റ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കല്ലേ, അപ്പോൾ നമുക്ക് ഒരൊറ്റ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കണം. യോക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഷോൾഡറിൽ എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, സെൻറ്റർ വെച്ചിട്ടാണ് ഇല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്നും നമ്മൾ ആം ഹോളിലേക്ക് 2 ആം ഹോളിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫൂട്ടിൻ്റെ അടിഭാഗത്തേക്കൊക്കെ കയറ്റി കൊടുക്കാനായിട്ട് ഇത്തിരി പാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട്, നെറ്റ് ഫാബ്രിക് ആണ്, അപ്പോൾ സൂചിയിലൊക്കെ തട്ടാതെ നല്ലപോലെ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് നമ്മൾ 2 ഭാഗത്തേക്കും ഫ്രിൽസിന് എങ്ങനെ ഒന്ന് അടർത്തി പിടിക്കുക. അതിനുശേഷം ഒന്ന് കെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഷോൾഡറിൻ്റെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ ഈ ഭാഗത്തേക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തെ കിട്ടുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫ്രില്ല് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ അതൊരു ഭംഗികേടായിരിക്കും നമ്മുടെ ഫ്രോക്കിന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ ഈ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത്രയും മാത്രമാണ് ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേബീസിന് ചെറിയ രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നെറ്റ് ഫാബ്രിക് അല്ലേ, അപ്പോൾ ഓരോ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് കസ്റ്റമർ അങ്ങനെയാണ് പിക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കസ്റ്റമറെ ഓർമ്മപ്പെടുത്തുക. ഇതേ രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ബേബീസിന് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കസ്റ്റമറിനെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. സ്ലീവ് വെച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളെ യോക്കിനെ ഇങ്ങനെ നിവർത്തി വെക്കുക. അതിനുശേഷം ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ഒന്ന് കോണായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നെറ്റ് ഫാബ്രിക്കിന് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കോണായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമുക്ക് സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം. ചിലപ്പോൾ നെറ്റ് ഫാബ്രിക് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്ന സമയത്ത് വേരിയേഷൻസ് വരും, കാരണം നെറ്റ് ഫാബ്രിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. പക്ഷേ 2 സൈഡുകളിൽ, അതായത് നമ്മുടെ സ്ലീവ് എൻഡ് ചെയ്യുന്ന 2 പോർഷനുകളിലും നമ്മൾ സെൻറ്ററിൽ നിന്നും നമ്മുടെ ആ ഒരു എൻഡ് പോർഷനിലേക്ക് കോണായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടോ, ഇതേപോലെ നമ്മൾ കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്ലീവിനെ കിട്ടുള്ളൂ. 2 ഭാഗത്തും അതേപോലെ ചെയ്തെടുക്കണം. നമ്മൾ സെൻറ്ററിലൂടെ അല്ലേ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 പോർഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗവും ഈ ഭാഗവും നമ്മൾ അങ്ങനെ കോണായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇതാ കണ്ടോ, ഈ ഒരു പോർഷൻ കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടുകയുള്ളൂ. കട്ട് ചെയ്തൊക്കെ ലെവലാക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ എന്ത് ചെയ്യുക, ഈ നെറ്റ് ഫാബ്രിക്കിനെ ഒന്ന് അടർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അടർത്തി കൊടുത്താൽ 3 പീസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ 3ഉം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ്സായിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് പഫായിട്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തു കഴിഞ്ഞാലും എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിലും കോണായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക്കിനൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ലുക്കിലേക്ക് കിട്ടും. നമ്മൾ ഈ ഒരു സ്ലീവ് കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്ലീവ് നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 2 സ്ലീവും നമ്മൾ നല്ല പഫായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല തിക്കിലും നല്ല പഫായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക.